السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ഏറെ സ്നേഹാധനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ഈ സദസ്സിലും സ്റ്റേജിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വിസ്ഡം യൂത്ത് ചെങ്ങലീരി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന തസ്ഫിയ ആദർശ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ജാഫർ സലഫി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോഗ്രാം എന്നത് സ്വാഭാവികമായിട്ടും പല ആളുകളുടെ മനസ്സിലും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സ്വാഗത ഭാഷണത്തിൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് എൻ്റെ സംസാരത്തിലും എനിക്ക് ശേഷമുള്ള സംസാരത്തിലുമെല്ലാം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രഭാഷണങ്ങൾക്ക് കുറവില്ല. ഓരോ വിഭാഗവും വ്യത്യസ്തമായ പരിപാടികൾ വ്യത്യസ്തമായ പല പേരുകളിലൂടെ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ തസ്ഫിയ എന്ന് പറയുമ്പോൾ അതൊരു നേരെയാക്കലാണ്. ദീനിനെക്കുറിച്ച് കൃത്യമായി നേരായ നിലപാടുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ സംസാരം ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ദിവസം നടന്ന ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്.
ഒരു പക്ഷേ മണ്ണാർക്കാട്ടുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ ആളുകൾ കേട്ട ഒരു അറിവിനേക്കാൾ കണ്ടും അറിഞ്ഞും ബോധ്യപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ ഇതേ ദിവസം ഒരു പക്ഷേ നമ്മുടെ മൊബൈലുകളിൽ വന്ന മെസ്സേജുകളും വാർത്താ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്ത വീഡിയോകളുമൊക്കെ നമ്മുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കല്ലടിക്കോട് ഭാഗത്തുണ്ടായ ഒരു ആക്സിഡൻറ്റ്. 4 പെൺകുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പോകുന്ന സമയം ഒരു വലിയ ലോറി അവരുടെ മേലെ വീഴുകയും ആ 4 പെൺകുട്ടികളും അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത ഒരു വാർത്ത വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ പെൺകുട്ടികൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വിയോഗത്തിൽ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപകട വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് കാരണങ്ങൾ പലർക്കും പറയാനുണ്ടാകും. നമ്മൾ ആ ഒരു ആക്സിഡന്റിന് ശേഷം, അപകടത്തിന് ശേഷം സോഷ്യൽ മീഡിയകളിലാവട്ടെ, നാട്ടുകാർക്കിടയിലുള്ള ചർച്ചകളിലാവട്ടെ, മീഡിയകളിലാവട്ടെ എല്ലാം ഒരുപാട് ചർച്ചകൾ നടന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി എന്ന ചോദ്യത്തിന് ആ ഒരു വളവിനെ കുറിച്ച് പറഞ്ഞ ആളുകളുണ്ട്. റോഡിന്റെ വളവാണ് പ്രശ്നം, അതല്ല മഴയാണ് പ്രശ്നം, അതല്ല അവിടെയുള്ള ആ ഒരു തിരിവാണ് പ്രശ്നം, അതല്ലെങ്കിൽ ആ കുട്ടികളുടെ നടത്തമാണ് പ്രശ്നം. ഇങ്ങനെ പല നിലക്കും അതിനെ വ്യാഖ്യാനിച്ചവരും പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യം, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതം എത്രത്തോളം ദുർബലമാണ് എന്ന ബോധ്യപ്പെടലുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഖുലിഖൽ ഇൻസാനു ദഈഫ. തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലമായ ഒരു അവസ്ഥയിലാണ്. ഏറ്റവും ദുർബലതയുള്ള അവസ്ഥയാണ് മനുഷ്യനുള്ളത്. നമ്മൾ എന്തെല്ലാം ചർച്ചകൾ നടത്തിയാലും, ഏതെല്ലാം കാരണങ്ങൾ എണ്ണിയാലും ശരി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ അപകടമാവട്ടെ, അല്ല അതിനു മുമ്പും ശേഷവും നമ്മൾ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ഏതെല്ലാം അപകടങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, ഏതെല്ലാം വാർത്തകൾ കേട്ടുകഴിഞ്ഞാലും അവിടെയെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാകുന്ന മരണം അതൊരിക്കലും പ്രായം നോക്കിയല്ല കടന്നു വരുന്നത്. ഈ മക്കളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവർ മരണപ്പെട്ടു പോകുന്നു. അവരെക്കാൾ പ്രായം കൂടിയ ഒരുപാട് ആളുകൾ കുടുംബത്തിലും അയൽപക്കത്തിലും ഉണ്ടായിട്ടും അവരുടെ മരണം അത് അല്ലാഹു തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു ആയത്ത്. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അവർക്കങ്ങ് അജലെത്തിക്കഴിഞ്ഞാൽ, അവരുടെ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം ആ അവധിയെ മുന്തിക്കുവാനോ പിന്തിക്കുവാനോ അവർക്ക് സാധിക്കുന്നതല്ല. ഏത് സമയത്താണോ മരണം അല്ലാഹു തീരുമാനിച്ചത്, ആ തീരുമാനം മാറ്റാൻ, 1 മണിക്കൂറൊന്ന് വൈകിപ്പിക്കാൻ, 1 മിനിറ്റൊന്ന് നേരത്തെയാക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. ലാ യസ്തഖിറൂൻ വലാ യസ്തഖ്ദിമൂൻ. രണ്ടും ഖുർആനിന്റെ പ്രയോഗമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം ഒരു മുസ്ലിം ഏത് സമയത്തും മരണപ്പെടാം. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നോക്കൂ, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, നിങ്ങൾ ഏത് കോട്ടകളിലായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. ഏത് സ്ഥലത്ത് പോയാലും ശരി, ഏത് നാട്ടിലേക്ക് പോയാലും ശരി, ഏത് വാഹനത്തിൽ പോയാലും ശരി, എത്ര സുരക്ഷയുണ്ട് എന്ന് പറഞ്ഞാലും ശരി,
തീർച്ചയായും വയുദ്രിക്കുമുൽ മൗത്ത് യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അല്ലാഹുവിന്റെ വാചകം നോക്ക്. കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിലായിരുന്നാൽ പോലും എല്ലാ സുരക്ഷയുണ്ട്. നല്ല വീട് വെച്ചിട്ടുണ്ട്, അതിന് വലിയ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അതിന് മതിൽ കെട്ടിയിട്ടുണ്ട്, അതിന് കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉപദ്രവങ്ങൾ വരാതിരിക്കാനും ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നുണ്ടോ നോക്കാൻ വേണ്ടി CCTV വെച്ചിട്ടുണ്ട്. പക്ഷേ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ. കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിലായിരുന്നാൽ പോലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. എവിടെ പോയിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം, അതിനപ്പുറത്തേക്ക് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയൂല. നമ്മൾ ആ 4 പെൺകുട്ടികളുടെ കാര്യം മാത്രം ഒന്ന് പരിശോധിക്കും. ഒരു പക്ഷേ തലേ ദിവസം പുസ്തകമെടുത്ത് വായിക്കുന്ന സമയം നമ്മുടെ മക്കളും ഒരു പക്ഷേ സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്, നാളെ എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അതുപോലെ നാളത്തെ എക്സാമിന് വേണ്ടി തലേ ദിവസം തയ്യാറെടുത്ത മക്കൾ, തലേ ദിവസം വായിച്ചു ഉറങ്ങിപ്പോയ മക്കൾ, പിറ്റേ ദിവസം എഴുന്നേറ്റുകൊണ്ട് ഉമ്മ ഞാനിതാ എൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോകുകയാണെന്ന് പറയുമ്പോൾ ആ 4 പേരും തോളൊരുമ്മിക്കൊണ്ട് പോകുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടു. പോയി തിരിച്ചു വരുന്ന ആ ഒരു രംഗം നമ്മൾ കണ്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ഒരു അടിമയുടെ മരണം അത് ഇന്ന നാട്ടിലാണെന്ന് തീരുമാനിച്ചാൽ ആ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ആവശ്യം അല്ലാഹു അവന് ഉണ്ടാക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ മരണം ഇന്ന നാട്ടിലാണെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അവനൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന ആളായിരിക്കും. പെട്ടെന്ന് അവന് വിസ റെഡിയാകുന്നു, അവനതാ ആ നാട്ടിലേക്ക് പോകുന്നു, അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ആ ഒരു പോക്കിൽ തന്നെ ഒരു പക്ഷേ അള്ളാഹു തീരുമാനിച്ച സമയമെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് ദിവസമാണോ തീരുമാനിച്ചത്, ഏത് സമയമാണോ തീരുമാനിച്ചത്, അതവിടെ നടക്കുന്നു. നമ്മൾ ചിലപ്പോഴെങ്കിലും ആളുകളൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്ന ഒരാൾ കുറേ നാട്ടിൽ കുറേ ജോലി നോക്കി, ഒന്നും ശരിയായില്ല. കുറേ പുറത്തേക്ക് പോകാൻ നോക്കി, ശരിയായില്ല. പെട്ടെന്നൊരു ദിവസം നമുക്ക് അവൻ്റെ വിളി വരികയാണ്, എൻ്റെ വിസ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുറേ കാലമായി ഇങ്ങനെ നോക്കുന്നുണ്ട്, പെട്ടെന്ന് വിസ റെഡിയായി, അതുകൊണ്ട് ഞാൻ നാളെ പോവാണ്. നമ്മളൊരു പക്ഷേ അവനോട് സലാമൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കലൊക്കെ നടത്തും. അത് കഴിഞ്ഞ് അവൻ അവിടെ എത്തി ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളൊരു വാർത്ത അറിയുകയാണ്. അവൻ അവിടെ നിന്ന് തൻ്റെ ജോലി സ്ഥലത്തേക്ക്, തൻ്റെ റൂമിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി അവൻ മരിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, ഓൻ എന്തിനാ മരിക്കാൻ വേണ്ടി പോയതാ? ശരിക്കും മരിക്കാൻ വേണ്ടി പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഇവിടെ നടന്നിരുന്ന ഒരാൾ, എന്നിട്ട് അവൻ പെട്ടെന്ന് താ മരിച്ചു, എന്താലേ എന്ന് പറയുന്ന, നമ്മൾ ആശങ്കയോടുകൂടി ആകാംക്ഷയോടുകൂടി പറയുന്ന വാക്കുകളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മരണം അള്ളാഹു തീരുമാനിച്ചാൽ അവിടേക്ക് എത്താനുള്ള ഒരു വഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ അംഗീകരിക്കുന്നു മരണത്തെ സംബന്ധിച്ച്. ഈ വാർത്തകളും ഈ അപകടങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളും പറയും നമ്മുടെയൊക്കെ ജീവിതം എന്താണ്? പ്രിയപ്പെട്ടവരെ, അതന്നെ ശരിക്കും ചോദ്യം, നമ്മുടെ ജീവിതം ശരിക്കും എന്താണ്? ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കാലം ഭക്ഷണം കഴിച്ച് ഉറങ്ങി അങ്ങനെ തീർത്തു പോകാനുള്ളതാണോ? അള്ളാഹു ഈ ഒരു ജീവിതത്തെ നമുക്ക് വിശദീകരിച്ച ഒരു ഭാഗമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ അറിയിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല മരണവും ജീവിതവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പറഞ്ഞയച്ചത് ഒരു പരീക്ഷണമാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെ നിശ്ചയിച്ചോ ആ നിശ്ചയിച്ച രൂപത്തിലാണ് പോകേണ്ടത്. അവന്റെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ട്. എന്തിനാണ് ഞാനിവിടെ വന്നത് എന്ന് ചോദിച്ചാൽ അതിങ്ങനെ വെറുതെ വന്നു എന്നല്ല, മറിച്ച് ഈ വരവിനൊരു ലക്ഷ്യമുണ്ട്. ഇതിലൂടെ പോകുന്ന ഓരോ വാഹനത്തിലെയും ആളുകൾക്ക് ലക്ഷ്യങ്ങളുണ്ട്. അവരെ നമ്മളൊന്ന് വെറുതെ നിർത്തിയിട്ട് ചോദിക്കാം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ വെറുതെ പോകാണെന്ന് ആരും പറയൂല. ഒന്നുകിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് പോകാണ്, അല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാണ്. വ്യക്തമായ ഉത്തരങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനും ഒരു ഉത്തരമുണ്ടാവണം. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൃത്യമായി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കെത്തും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ മരണത്തിന് ശേഷം അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് അവൻ സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ട് സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിനക്ക് സമാധാനത്തോടുകൂടി ഇങ്ങോട്ട് പ്രവേശിക്കാം എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് സന്തോഷത്തിൽ ആറാടിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ വിജയിക്കലാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിയിൽ വിജയിക്കലാണോ? അതല്ലെങ്കിൽ ബിസിനസ്സിലുള്ള വിജയമാണോ? അതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ വിജയം എന്ത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നു. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, അവനാകുന്നു വിജയി. ആരാണ് ആ വിജയി? അല്ലാഹു സുബ്ഹാനഹു തആല ആ വാചകം പറഞ്ഞതിന്റെ തൊട്ടു മുമ്പ് പറയുകയാണ്, ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്ന് ആരാണോ അകറ്റി നിർത്തപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കുന്നത്, നരകത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരാരാണോ, ഫഖദ് ഫാസ്, അവനാകുന്നു വിജയി. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ആ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കലാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ നമസ്കാരം, അതിനുവേണ്ടിയാണ് നമ്മുടെ നോമ്പുകൾ, അതിനുവേണ്ടിയാണ് നമ്മുടെ കുടുംബജീവിതം, അതിനുവേണ്ടിയാണ് നമ്മുടെ പഠനം, അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാം. അതന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയും സ്വർഗം കിട്ടണമെന്ന ഉദ്ദേശത്തിലാണ്. ഈ വാചകം ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർഗം, നരകം, ഇന്ന് ഇതൊക്കെ പല ആളുകൾക്കും ട്രോള് ചെയ്യാനുള്ള ഒന്നാണ്. കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു സത്യമാണ്. ഒരു പക്ഷേ മുസ്ലിം പേരുള്ളവർ പോലും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും എല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായും ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. അതിൽ ഒരു കുറവും അവനുണ്ടാകാൻ പാടില്ല. അതിൽ കുറവ് വന്നാൽ അവൻ മുഅ്മിനല്ല. ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് പരലോകമുണ്ട് എന്നുള്ളത്. പരലോകമുണ്ട്. എന്തിനാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഈ ഒരു വാചകം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്താനും നന്മയിലേക്ക് പോകാനും എല്ലാം ഈ പരലോകമാണ് മുന്നിലേക്ക് വെക്കുക. ഇന്ന് പല ആളുകളും ഇതിനെയാണ് വിമർശിക്കുന്നത്. പരലോകമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് തോന്നിവാസം ചെയ്യാം. പരലോകമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു രൂപത്തിലും ജീവിക്കാം. പരലോകമില്ല എന്ന് അവകാശപ്പെട്ടാൽ പിന്നെ ഏതൊരു ആവശ്യത്തിനും അവർ റെഡിയാകും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏതേത് ഹറാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചോ അവിടെയെല്ലാം ആദ്യം തന്നെ ഹറാമിനെ വിരോധിച്ചുകൊണ്ട് ഒരു നിയമം ഇറക്കുകയല്ല ചെയ്തത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആളുകൾ റെഡിയാകുമായിരുന്നില്ല. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആളുകൾ റെഡിയാകുമായിരുന്നില്ല. പക്ഷേ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിപ്പിച്ചത്, നിങ്ങൾക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്,
നിങ്ങൾ മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുന്നവരാണ്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. അവിടെ ജീവിതത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ള് കുടിക്കരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കുടിക്കരുത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. വ്യഭിചരിക്കരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വ്യഭിചരിക്കരുത് ഉത്തരമുണ്ട്. നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ എന്തിന് നമസ്കരിക്കണം ഉത്തരമുണ്ട്. എല്ലാത്തിൻ്റെയും ഉത്തരം പരലോകമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ഈ പരലോകത്തിൻ്റെ വിഷയത്തിൽ ഇന്നത്തെ നമ്മുടെ സമൂഹം നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് ആളുകളെ കാണാൻ കഴിയും. പരലോകത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ 3 തരത്തിലല്ലേ. അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകത്തെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആൾക്കാർ. പരലോകം അതിപ്പോൾ എന്നാ എത്തുക? നിങ്ങൾ പോയിക്കണോ? നീ കണ്ടിട്ടുണ്ടോ? അതൊക്കെ വെറുതെ ഉസ്താദുമാരിങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ പരലോകത്തെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ളതല്ല. ജീവിതം എൻജോയ്മെൻറ്റിനുള്ളതാണ്, ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ നിർദ്ദേശങ്ങൾക്ക് സ്ഥാനമില്ല. സർവ്വസ്വതന്ത്രരായിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. കാരണം എല്ലാത്തിനും എൻ്റെ തീരുമാനം, മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൂൾ. എല്ലാം നല്ല നല്ല അടിപൊളി വാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള പല പദങ്ങളും പ്രയോഗിക്കുന്ന ആളുകൾ. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് കുറച്ച് മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. എന്നാൽ നമ്മുടെ സ്കൂൾ തലം മുതൽ ഇതിലേക്ക് കൊണ്ടുവരുന്ന ബോധപൂർവമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അതിന് കുടപിടിക്കുന്നൊരവസ്ഥയാണുള്ളത്. സത്യത്തിൽ എന്തിനാണ് ഈ പരലോകത്തെ ആളുകൾ നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തോന്നിവാസം ചെയ്യാനും അവർക്ക് തടസ്സം പരലോകമാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരാളിങ്ങനെ കള്ള് കുടിച്ചിങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അപ്പം ഒന്നും പറയില്ല, കാരണം നല്ല ഫിറ്റാണ്, ഇപ്പം ഒന്നും പറയണ്ട. പക്ഷേ അവനൊന്ന് ഒഴിഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ പറയും, ചെങ്ങായി എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, മരിച്ചുപോയ ഒരു ജീവിതമല്ലേ, അവിടെ നീ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നീ മരണത്തിന് ശേഷം എന്തു പറയും എന്ന് ചോദിച്ചാൽ അവിടെ പരലോകബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയാണ്. എന്നാൽ ഈ പറയപ്പെട്ട രൂപത്തിൽ എന്ത് തോന്നിവാസങ്ങളും റെഡിയാകുന്ന സ്വതന്ത്രവാദവുമായി കടന്നു വരുന്ന, ലിബറലിസവുമായി കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും പ്രശ്നമാകൂല. അതിലെ ഏറ്റവും ചെറിയ ചില വാക്കുകൾ, ഈ കുട്ടികളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള ചില പദങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല, ചില ബന്ധങ്ങളുമായിട്ട് പോകണം. അപ്പോൾ ആ പെൺകുട്ടി ആദ്യം വാപ്പയും ഉമ്മയും വന്ന് സംസാരിച്ചു. വാപ്പയും ഉമ്മയും കുറേ നേരം കരഞ്ഞു, എൻ്റെ മോൾ ഇങ്ങനെയായിപ്പോയി അങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വാപ്പയും ഉമ്മയും അവിടുന്ന് മാറി ഈ പെൺകുട്ടി വന്നിരുന്നു. ഇരുന്നതും കാലുമക്കാലൊക്കെ കയറ്റിങ്ങനെ ഇരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയൊക്കെ എന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട, കാരണം എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് കൊണ്ട് മാറ്റാനൊന്നും എനിക്ക് പറ്റൂല. എനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഞാൻ ജീവിക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം പറയാനുള്ളത് മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കോളൂല്ലോ. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനൊന്ന് പറയട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അത് നിൻ്റെ ഇഷ്ടമാണ്, എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല. പക്ഷെ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നീയാണോ തീരുമാനിച്ചേ? ഇന്ന ദിവസം ജനിക്കണം എന്നുള്ളത് നീ തീരുമാനിച്ചതാണോ? അല്ല. നിൻ്റെ ഉമ്മയെ തീരുമാനിച്ച നീയാണോ? അല്ല. നിൻ്റെ വാപ്പ ഇന്ന ആളാവണമെന്ന് തീരുമാനിച്ച നീയാണോ? അല്ല. നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നിൻ്റെ കണ്ണിങ്ങനെയാവണം, മൂക്കിങ്ങനെയാവണം, വായെങ്ങനെയാവണം, ഇങ്ങനെ തീരുമാനിച്ച നീയാണോ? അല്ല. ഇതെല്ലാം നീ അറിയാതെ തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഇനി നിൻ്റെ മരണം തീരുമാനിക്കുന്നത് നീയാണോ? എന്ന് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോ? അല്ല. നിൻ്റെ ജീവിതത്തിൽ മരിക്കുമെന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്. എന്ന് സംഭവിക്കും? ഉത്തരമില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് വന്ന വാഹനം തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി മരിക്കൂല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ അവിടെ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും നീയല്ല തീരുമാനിച്ചതെങ്കിൽ
ഇതൊക്കെ തീരുമാനിച്ചിട്ടുള്ള ഒരു റബ്ബുണ്ട്. നീ ആരുടെ മകളാവണമെന്ന് തീരുമാനിച്ചൊരു റബ്ബുണ്ട്. നീ ആരുടെ കുടുംബത്തിൽ പിറക്കണമെന്നുള്ളത് തീരുമാനിച്ച ഒരു റബ്ബുണ്ട്. നീ ഏത് വീട്ടിൽ ജനിക്കണമെന്നുള്ളത് തീരുമാനിച്ച ഒരു റബ്ബുണ്ട്. നിന്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എത്ര കാലം വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബ് പറഞ്ഞത് അനുസരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് എങ്ങനെയും ജീവിക്കാം. പക്ഷേ ആ ജീവിതം എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കണം. അവിടെ നിനക്ക് സന്തോഷമല്ലാതെ, നിനക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല. ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടിക്കത് മനസ്സിലായി. എന്നാൽ ഇന്ന് പല ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ വരെ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഉപദേശിക്കുന്ന ആളുകൾക്കൊരു പേരുണ്ട്, തന്ത വൈബ് എന്ന്. കേൾക്കാത്തവരാരും ഉണ്ടാവില്ല ചിലപ്പോൾ. ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു പ്രയോഗമാണ് തന്ത വൈബ്. എന്താ ഈ തന്ത വൈബ് പറഞ്ഞാൽ? തന്തയായി എന്നുള്ള അർത്ഥത്തിലല്ല. ഉപദേശിക്കുന്ന ആളുകളൊക്കെ തന്ത വൈബിൻ്റെ ആൾക്കാരാണ്. ചില ആളുകളൊക്കെ ചില തെറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ അതിൽ കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ വരുമ്പോഴേ എനിക്കിതിനെ എതിർത്തുകൊണ്ട് കമൻ്റ് ഇടണമെന്നുണ്ട്, പക്ഷേ തന്ത വൈബ് എന്ന് പറയൂലെന്ന് പേടിച്ചിട്ടും ഉണ്ടാക്കുക. സത്യത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള ഒരു പ്രയോഗമാണ് ഈ തന്ത വൈബ്. ഞാൻ 2 ആഴ്ചകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ കുട്ടികൾക്കുള്ളൊരു ക്ലാസ്സിന് വേണ്ടി പോയി. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരത്തിനിടയിൽ ചോദിച്ചു, ഈ തന്ത വൈബ് എന്ന് കേട്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ കുട്ടികളെല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. തന്ത വൈബ് ശരിയാണോ ചോദിച്ചു. ഏയ് തെറ്റാണത്, പറ്റൂല. അപ്പം ചോദിച്ചു എന്താ ഈ തന്ത വൈബ് പറഞ്ഞാ? ആദ്യം ഈ കാക്കാർ വെറുതെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ ഉപദേശിക്കും, കുറേ ഉപദേശങ്ങളാണ്. എല്ലാവരും കാണുമ്പോൾ ഉപദേശിക്കുക. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂല. ഇവിടെ ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റൂല. എല്ലാത്തിനും ഉപദേശങ്ങൾ മാത്രമാണ്. ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. എന്നാൽ എനിക്ക് ചെറിയൊരു സംശയം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ വീട്ടിലേക്ക് ചെന്ന സമയത്തുണ്ട് നിങ്ങളുടെ അനിയൻ, ഒരു 3-4 വയസ്സുള്ള അനിയനുണ്ട്, നല്ല മൂർച്ചുള്ള കത്തിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുട്ടി കളിക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഞങ്ങളത് വാങ്ങിയേക്കും, അത് ഞങ്ങൾ വേഗം വാങ്ങിയേക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അത് ആ കുട്ടിക്ക് കൊടുത്തൂടെ? അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൻ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാകും, അവന് പ്രയാസമാകും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കത്തി പിടിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തുവിടോ? ഒരു കത്തി പിടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തൂടെ? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്ത വൈബുള്ള കാക്കല്ലേ നിങ്ങൾ? ഒന്നും മിണ്ടിയില്ല. കാരണം എന്താ? അവിടെ ആ കുട്ടി ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ആ ഉപദേശം വരുന്നത്. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറയാണ് കുറച്ച് പഞ്ചസാര പിടിച്ചോണ്ടിരണം. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ അനിയനും കൂടി ഇങ്ങനെ പോവുക. ആ പോകുന്ന സമയത്ത് നിങ്ങൾ അനിയൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. 4 വയസ്സോ 5 വയസ്സുള്ള അനിയനാണ്. അപ്പോൾ അവൻ പറയാം കൈവിട്. നമ്മൾ പറഞ്ഞാൽ കൈവിടാൻ പാടില്ല. കൈവിട്, ഇരിക്കെന്താ റോട്ടിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവർ പറഞ്ഞു, വിട്ട് കഴിഞ്ഞാൽ അവൻ കൈവിട്ടു പോകും, ഏതെങ്കിലും വാഹനം ഇടിക്കും, അവന് പ്രയാസങ്ങൾ ഉണ്ടാകും, അപകടം സംഭവിക്കും, ഒരു പക്ഷേ മരണം സംഭവിക്കാം. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഭാഷയിൽ റോട്ടിലൂടെ സ്വതന്ത്രമായി നടക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത തന്ത വൈബുള്ള കാക്കല്ലേ നിങ്ങൾ? ഇക്കാക്കമാരല്ലേ? വേറെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഇന്ന് നമ്മുടെ മക്കൾ പൊതുവെ ഈ ഉപദേശങ്ങളെ എതിർക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. അവർ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് അത് കാണുന്ന കുറച്ച് പ്രായം ചെന്ന ആൾ, മോനെ നീ ഒന്ന് മെല്ലെപ്പോ എന്ന് പറയുമ്പോൾ അത് തന്ത വൈബുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ കുട്ടിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ചില കുട്ടികൾ ചില മോശമായ ലഹരികൾ ഉപയോഗിക്കുന്ന സമയത്ത് മോനെ ഉപയോഗിക്കല്ലേ എന്ന് പറയുന്നത് തന്ത വൈബുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ കുട്ടിയുടെ ജീവിതം ചെറിയ പ്രായത്തിൽ തന്നെ ഇല്ലാതായി അവനൊന്നിനും പറ്റാത്ത, അവൻ്റെ കുടുംബത്തിനോ ഈ നാടിനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തല്ലേ എന്ന ഗുണകാംക്ഷ മാത്രമാണുള്ളത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇതൊക്കെ പറയുമ്പോൾ പോലും ഒരു ഭാഗത്ത് സ്വതന്ത്രവാദം, ലിബറലിസം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഈ ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ള 2 വാദങ്ങൾ. ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലും നമ്മുടെ ഈ ചുറ്റുഭാഗത്തൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. 2 വാദങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യത ഉണ്ടാവുക, അഥവാ ഒന്ന് ഫ്രീഡവും മറ്റൊന്ന് ഇക്വാളിറ്റിയും. ഇത് 2ഉം കേൾക്കുമ്പോൾ നല്ല രസം. സ്വാതന്ത്ര്യം വേണ്ട ജീവിതത്തിൽ വേണം, തുല്യത വേണ്ട ജീവിതത്തിൽ വേണം. പക്ഷേ എന്താണ് സ്വാതന്ത്ര്യം? എന്തിനാണ് തുല്യത?
ഇത് പറയാൻ, ഇത് നിർവചിക്കാൻ, ഇത് കൃത്യമായി പറയാൻ ഇവരാരും റെഡിയാവാറില്ല. ഏതൊരാളോടും ചോദിക്കും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ, നിങ്ങൾക്ക് തുല്യത വേണോ, ഈ അടിച്ചമർത്തപ്പെട്ട ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനമുള്ള ഒരു ജീവിതം ഞങ്ങൾ തരാം, നിങ്ങളിവിടെ അടിമകളല്ല, നിങ്ങളൊരാളും തന്നെ ഒരാളെയും അനുസരിക്കണ്ട. കേൾക്കുമ്പോൾ തോന്നും നല്ല ഒരു കാര്യം, നല്ല അടിപൊളി വാക്ക്. പക്ഷേ ഈ വാചകത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും പറയാണ് സ്വാതന്ത്ര്യം വേണം, തുല്യത വേണം. ഈ ഇരിക്കണ മുഴുവൻ ആളുകളും പറയാണ് ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം. എന്തിന്? ഞങ്ങളിവിടെ പ്രസംഗിക്കും. അത് നടക്കുമോ? എല്ലാവരും കൂടി ഒരുമിച്ച് പ്രസംഗിക്കുക. ആർക്കും എന്തെങ്കിലും മനസ്സിലാകും? ഇല്ല, ഒന്നും മനസ്സിലാവില്ല. ഈ വാഹനത്തിൽ പോകുന്ന ആളുകൾ ഓരോരുത്തരും പറയാണ് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ വാഹനം ഓടിക്കും. ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വാഹനം ഓടിച്ചാൽ എന്തുണ്ടാവുക? അതന്നെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലുള്ളത്. ഇവിടെ സത്യത്തിൽ ലിബറലിസം എന്നുള്ളത് കേവലം ഒരു സ്വതന്ത്രവാദമോ അല്ലെങ്കിൽ ഒരു ഫ്രീഡമോ അല്ല പറയുന്നത്, മറിച്ച് മതത്തിൽ നിന്നും സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതം ഒഴിവാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാവണം, ആ അർത്ഥത്തിലാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണങ്ങളാണ് ഇന്ന് പല ആളുകളും ഇപ്പൊ കല്യാണം വേണ്ട എന്ന് പറയും. എന്തേ? പഠിക്കണതിന് ആരെങ്കിലും എതിരാണോ? അല്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടി പഠിക്കണം, പഠിച്ചിട്ട് എനിക്കൊരു ജോലി വാങ്ങണം, ജോലി വാങ്ങിയിട്ട് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ഡിവോഴ്സ് ആവണം. ഞാൻ ഈ പറയുന്നത് ഒരിക്കലും പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ കുറ്റകരമാണ് എന്നല്ല. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പല ആളുകളും ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് പറയാതെയാണ് എന്നാ പഠിച്ചോട്ടെ, എന്നാ നടന്നോട്ടെ, എന്നാ എല്ലാം ചെയ്തോട്ടെ, എന്നാൽ അവൻ ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ, എല്ലാം നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ മക്കളോട് ചില കാര്യങ്ങൾ നീ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഈ ലോകത്തൊന്നും അല്ലേ ഉള്ളത്, വാപ്പ ഈ ലോകത്തൊന്നും അല്ലേ ഉള്ളത്, അതൊന്നും ഒരു പ്രശ്നമല്ല ഉമ്മ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളെ ഉപദേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചു. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ? കോഴിക്കോട് ജില്ലയിൽ പഠിക്കുന്ന അവരുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ മകൾ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മകളും അവരുടെ കൂടെയുള്ള കുറേ ആളുകളും ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ അവരുടെ കൂടെയുള്ള പെൺകുട്ടികൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന, ഓരോ ആളുകളുടെ കൂടെ പുറത്തേക്ക് പോകുക, എന്നിട്ട് തോന്നിയ സമയത്ത് തിരിച്ചു വരിക. അതിൽ മകൾക്ക് വല്ലാത്തൊരു പ്രയാസം, അവിടുന്ന് മാറാനൊട്ട് കഴിയുന്നില്ല. ഇത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇവളും കുറ്റക്കാരിയാകും. എന്ത് ചെയ്യണം? അപ്പം ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, നിങ്ങളുടെ മോളോട് ആ പെൺകുട്ടികളോടൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അമ്മ ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പം ഇല്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കണത്. പ്രിയപ്പെട്ടവരെ, ഒട്ടുമിക്ക വിഷയങ്ങളിലും ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയല്ല. ഈ വിശ്വാസിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തെറ്റും ന്യായീകരിച്ചുകൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയല്ല, മറിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എന്തു പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്ന് പലതും ഓരോ രക്ഷിതാക്കളുടെയും കണ്ണ് നനയാനും കൽബ് പടയാനും കാരണമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയട്ടെ, മക്കളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മതവിദ്യാഭ്യാസവും ദീനിനെ കുറിച്ചുള്ള അറിവും നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർ നമുക്കുള്ള ശത്രുക്കളായി മാറുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ കാണുവാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും തീർച്ചയായും നിങ്ങളുടെ ഇണകളിലുണ്ട്, വഔലാദിക്കും നിങ്ങളുടെ മക്കളിലുണ്ട്, അദുവ്വൻ ലക്കും നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്, ഫഹ്ദറൂഹും അതിനെ നിങ്ങൾ ആ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, വഇൻ തഅഫൂ നിങ്ങൾ മാപ്പ് നൽകുക, വതസ്ഫഹൂ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, വതഗ്ഫിറൂ നിങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യണേ. ഖുർആനിന്റെ ഈ ഒരായത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മുടെ ഇണകളിൽ നമുക്ക് ശത്രുക്കളുണ്ട്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ശത്രു ഉണ്ടാവുക? ദീനിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാതെ, മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മനസ്സിലാക്കാതെ ജീവിക്കാം. ഇതാണ്
ഈ ഒരു പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം, പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരലോകം ഉണ്ടെന്നൊക്കെ സമ്മതിക്കും. പരലോകമല്ലേ? ഉണ്ടല്ലോ, ഞാനും വിശ്വസിക്കണ്ടേ, പരലോകം ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കണത്. അല്ല, അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതൊക്കെ പടച്ചോണ്ട് ഒഴിവാക്കി തരുന്നു. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ ദീനും ഇസ്ലാമൊന്നും നോക്കിയിട്ട് നടക്കൂല. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും, പലതും അതങ്ങനെയൊക്കെ കുറച്ചൊക്കെ വിട്ടു പോകണം, അതിലൊന്നും വലിയ കാര്യമില്ല. ഈ ഒരു ന്യായങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ, പല വിഷയങ്ങളും അവർക്ക് തെറ്റാണെന്നറിയാം, പക്ഷേ ആ തെറ്റിനെ തെറ്റായി ഗണിച്ചുകൊണ്ട് തിരുത്താതെ അത് വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നൊരവസ്ഥ മദ്യത്തിൻ്റെ വിഷയത്തിലുണ്ട്. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിൽ മദ്യം വിളമ്പാത്ത കല്യാണ സൽക്കാരങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അന്നേ ദിവസം ഒരു പക്ഷെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ തലേ ദിവസം അവൻ്റെ കൂട്ടുകാരന്മാർ വരണമെങ്കിൽ കൂട്ടുകാരന്മാർക്ക് മാത്രമായി പ്രത്യേകമായ പാർട്ടികൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര ശരിയാണ്. എൻ്റെ ഉമ്മത്ത് അവർ മദ്യപിക്കുക തന്നെ ചെയ്യും. എൻ്റെ ഉമ്മത്തിൽ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാകും, വ്യത്യസ്തമായ പേരിട്ടുകൊണ്ട്, മദ്യത്തിൻ്റെതല്ലാത്ത പേരുകൾ ഇട്ടുകൊണ്ട് അവർ അതിനെ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. ഒരു പക്ഷേ ഒരു വലിയ ഭാഗം തന്നെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനുണ്ടാകും. അത് മദ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കഞ്ചാവിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സിഗരറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല, MDMA മാത്രം ഒതുങ്ങുന്നതല്ല, അതല്ലാത്ത പേരുള്ളതും ഇല്ലാത്തതും കളറുള്ളതും കളറില്ലാത്തതുമായി എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഇന്ന് സമൂഹത്തിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിനെ സപ്ലൈ ചെയ്യുന്ന അവസ്ഥയുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിൻ്റെ കേരിയറായി മാറുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഞ്ചാവിൻ്റെ കേരിയറായി, കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ആളായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അവരതിൽ പെട്ടുപോയതിനെ കുറിച്ച് പറയുന്ന ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കഞ്ചാവ് ഉപയോഗിക്കുക മാത്രമല്ല അതിൻ്റെ സപ്ലൈ ചെയ്യുന്നൊരവസ്ഥ, അതും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയും അത് വേറെ ഏതോ നാട്ടിലാണ്, അത് വേറെ ഏതോ രാജ്യത്താണ്. അല്ല, നമ്മുടെ കേരളക്കരയുടെ അവസ്ഥയെ പറയുന്നത്. അത്രത്തോളം തിന്മകൾ സുലഭമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ തിന്മകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില തിരിച്ചറിവുകൾ ഉണ്ടാവണം. മദ്യത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം എന്ത് നിലപാട് പറഞ്ഞു, പലിശയുടെ വിഷയത്തിൽ ഇസ്ലാം എന്ത് നിലപാട് പറഞ്ഞു, പല ആളുകൾക്കും ഇപ്പോഴും അറിയുന്നില്ല. പലിശയെ കുറിച്ച് പറയുമ്പോൾ അതിനെ വളരെ നിസാരവൽക്കരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അല്ല, 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ 278, 279 ആയത്തുകൾ. ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും, അല്ല, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയട്ടെ, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഒന്നുകിൽ മൊബൈലിലെ ഒരു ഖുർആൻ പരിഭാഷയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഖുർആൻ പരിഭാഷയോ എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് വായിക്കണം. എന്താണ് ഇസ്ലാമിൽ പലിശയെക്കുറിച്ചുള്ള നിർദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിലാണ് പലിശയുടെ വിഷയം പറഞ്ഞിട്ടുള്ളത്. ഈ പലിശയെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുന്ന സമയത്തെല്ലാം ചില ന്യായങ്ങൾ പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നീ പൈസാട്ട്, നീ പറഞ്ഞത് ശരി തന്നെ, പക്ഷേ അല്ലെങ്കിൽ പണമെടുക്ക്, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലിശയിൽ നിന്ന് പലിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കുന്ന, ലോൺ എടുത്തുകൊണ്ട് വാഹനം വാങ്ങുന്ന, ലോൺ എടുത്തുകൊണ്ട് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ വാങ്ങുന്ന ആളുകൾ, EMI എന്ന് പേരിട്ടുകൊണ്ട് വാങ്ങുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ 2 ആയത്തുകളൊന്ന് പരിശോധിച്ചോ. സൂറത്തുൽ ബഖറയിലെ 278, 279 ആയത്തുകൾ എന്താ പറയണതെന്നറിയോ? അള്ളാഹു ഖുർആനിലെ മുഴുവൻ ആയത്തും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ വിഭാഗത്തിൻ്റെ കാര്യത്തിലാണ് ഹർബ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ, ആ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഫഇല്ലം തഫ്അലു ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അതിൽ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ആ പലിശയെ നിങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള ഒരു യുദ്ധ പ്രഖ്യാപനത്തെ നിങ്ങൾ ഓർത്തുകൊള്ളൂ. അള്ളാഹുവിൻ്റെ യുദ്ധം, അള്ളാഹ് നമുക്കെതിരെ യുദ്ധം ചെയ്യുക, എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരാവുക എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നു. പലിശയൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കാം എന്ന് പറയുന്നൊരവസ്ഥ. നമ്മുടെ നാട്ടിലൊരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്താ?
ഒരു പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് അയാളെ നമ്മൾ പ്രവേശിപ്പിക്കൂല, പല നിലക്കും അയാളെ നമ്മൾ അകറ്റി നിർത്തും. എന്നാൽ 36 തവണ ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിലോ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിർഹമു റിബൻ യഅകുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹം പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിക്കുക എന്നുള്ളത് 36 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, 36 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യം. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, പലിശയെ സംബന്ധിച്ചിടത്തോളം 70 വാതിലുകളുണ്ട്, അതിന് 70 ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ ഒരാൾ തൻ്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി സമീപിക്കുന്നതിന് തുല്യമാണ്. ഈ വാക്ക് പറയുമ്പോൾ പോലും നമ്മൾ അയ്യേ എന്നാണ് പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്രയും ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു ഈ ഒരു കാര്യത്തിനെ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. മൂന്നാമത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, ഈ ഒരു പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ചില ആളുകളെങ്കിലും, ശരിയാണ് പരലോകമുണ്ട്, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, ഞാനിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, എന്താ അപ്പം അതിൽ പ്രശ്നമുള്ളത്? ഞാൻ ഇങ്ങനെ തന്നെ കുറേ കാലങ്ങളായി ഇങ്ങനെ ജീവിക്കുന്നു, ഞാൻ ഒരു ഉമ്മയുടെ വാപ്പയുടെ മുസ്ലിം ആയിട്ടുള്ള കുടുംബത്തിൽ പിറന്ന ആളാണ്, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തേ തടസ്സമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഖുർആനിൻ്റെയും ഹദീസുകളുടെയും തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇസ്ലാമിക വിരുദ്ധമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. അതറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഖുർആൻ അറിയാൻ നോക്കണം, ഖുർആൻ പഠിക്കാൻ നോക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ദീനി പഠനം എന്നുള്ളത്. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ഒരു കാര്യമാണ് ദീന് പഠിക്കുക എന്നുള്ളത്, ഖുർആൻ പഠിക്കുക എന്നുള്ളത്, ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. എത്രത്തോളം എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഒരാൾക്ക് എളുപ്പമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ കാണുവാൻ സാധിക്കും. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ദീനിന്റെ കാര്യം അറിയാൻ വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ മതി, അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനീ പഠനം എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. ജീവിതത്തിൽ ഖുർആൻ സത്യമാണ്, നമ്മൾ അംഗീകരിക്കുന്നു, ഹദീസ് സത്യമാണ്, നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ നമ്മുടെ മകൻ, മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ മകൻ ഒരു ദിവസം വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് അവൻ്റെ കയ്യിലുള്ള ഖുർആനും എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നു, വാപ്പാ ഇതൊന്ന് ഓതിത്തരാമോ, എനിക്കിത് വായിക്കാൻ കിട്ടുന്നില്ല, ഇതൊന്ന് ഓതിത്തരാമോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എത്ര ആളുകൾക്ക് അതിനുത്തരം പറയാൻ കഴിയും, കൃത്യമായി ഓതിക്കൊടുക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കണമെന്ന് പറയാൻ ഒരുപാട് പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് ഖുർആൻ പഠിക്കണം. പക്ഷേ എന്തേ എന്നിട്ട് നമ്മൾ തുടങ്ങാത്തത്? എന്തുകൊണ്ട് തുടങ്ങണില്ല? ഒരു പക്ഷേ നമ്മൾ മദ്രസയിൽ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രസയിൽ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് പഠിച്ചതെന്താണോ ആ ഒരു മനപ്പാടമുള്ള സൂറത്തുകൾക്കപ്പുറത്തേക്ക് ഒരു സൂറത്ത് പോലും ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ടാകും. അന്ന് പഠിച്ചത് മാത്രം ആ നാസും ഫലക്കും ഇഖ്ലാസൊക്കെ ആയിട്ട് ഒരു 4-5 സൂറത്തുകൾ പഠിച്ചിട്ടുണ്ടാകും, അതിനപ്പുറത്തേക്ക് അറിയൂല. ഖുർആൻ ഓതാൻ അറിയൂല, ഖുർആനിന്റെ ആശയം അറിയൂല. എല്ലാ ദിവസവും നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പല സഹോദരങ്ങൾക്കും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താ ശരിക്കും നമ്മൾ റബ്ബിനോട് പറയാ? നമ്മുടെ മുൻഗാമികളൊക്കെ ഖുർആൻ പഠിക്കാനെടുത്ത സമയവും അവരുടെ സന്ദർഭങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രത്തോളം പണിയെടുക്കേണ്ടതുണ്ട് എന്ന് സ്വയം ഒന്ന് നമ്മൾ പരിശോധിക്കാം. നമ്മൾ പറയുന്ന കാര്യം എന്താ അറിയോ? ഒന്ന് പ്രായമായില്ലേന്നാ. പ്രായമായില്ല, ഇനിയിപ്പോൾ ഒന്നും തലയിൽ കയറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40ാമത്തെ വയസ്സിലാണ് ഖുർആനിൻ്റെ 1ാമത്തെ ആയത്ത് ഇറങ്ങണത്. 40ാമത്തെ വയസ്സിൽ 63 കൊല്ലം കൊണ്ടാണ് ഖുർആൻ പൂർണ്ണമാകുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയായ അബൂ ഖുഹാഫ 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയപ്പോഴും ഖുർആൻ പഠിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആൻ പഠിപ്പിക്കാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയേറെ പ്രായമായിട്ടില്ല, സൗകര്യങ്ങളുടെ കുറവില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ റെഡിയാവുന്നില്ല? സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, എല്ലാ ആഴ്ചയിലും നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളുണ്ട്.
ഖുർആൻ പഠന സംരംഭങ്ങളുണ്ട്. എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്ക് കൃത്യമായി ദീനീബോധം അറിയിച്ചു കൊടുക്കുന്ന CRE എന്ന് പറയുന്ന തുടർ മതവിദ്യാഭ്യാസ പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മളും നമ്മുടെ കുടുംബവും സ്വസ്ഥമായി സമാധാനപൂർണ്ണമായി ഈ ഒരു ദുനിയാവിൽ ജീവിക്കുക എന്നത് മാത്രമല്ല, പരലോകത്തും നമുക്ക് ആ സമാധാനം ഉണ്ടാവണം. കുടുംബത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പരിശ്രമങ്ങൾ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതല്ലാത്ത വിഷയത്തിൽ നമുക്കുണ്ടാവാം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംസാരത്തിൽ ഒരു വ്യക്തി എന്ന നിലക്ക് അല്ല, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന പ്രൗഢമായ ഒരു സംസാരം വരാനുണ്ട്. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു പക്ഷേ ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ച് വ്യക്തമായി അറിവില്ലാത്ത ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. നമ്മുടെ സംസാരം കേൾക്കുന്ന സമയത്തായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് നിർവഹിക്കുന്നവരാണിവർ എന്ന് ബോധ്യപ്പെട്ട ആളുകൾ ഒരു പക്ഷേ എൻ്റെ സംസാരം കേൾക്കുന്നവരിൽ ഉണ്ടാകും. കാരണം ഇത്ര കാര്യം അവർ മനസ്സിലാക്കിയത്, ഇവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണ്, ഇവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവരാണ്, അല്ല ഇവർക്ക് പ്രവാചകൻ തന്നെയില്ല എന്ന് വാദിച്ച ആളുകൾ, അവർക്ക് മുൻകഴിഞ്ഞു പോയ ആളുകളെയെല്ലാം മോശമാക്കി ചിത്രീകരിക്കുന്ന സ്വഭാവമാണ്, അവരെല്ലാത്തിനെയും എതിർക്കുന്ന ആളുകളാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ, ഈ ഒരു പ്രസ്ഥാനത്തിന് വാദമില്ലാത്ത പല വാദങ്ങളും ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ ജിന്നിന്റെ ആളുകളാണ്, ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ഇവർ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ തെറ്റല്ല എന്ന് പറയുന്നവരാണ് എന്ന് അതിഘോരമായി കൊണ്ട് പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ ആളുകൾ, അവരോട് വളരെ സ്നേഹത്തോടു കൂടി പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കാം എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ വാക്ക്. ഈ ദീനിന്റെ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ, സ്വലാത്തിന്റെ വിഷയത്തിൽ, ദിക്റിന്റെ വിഷയത്തിൽ എന്തെല്ലാം നിലപാടുകൾ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് ഇവിടെ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. ആ തരത്തിലുള്ള ഒരു സംസാരം കടന്നു വരാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.